കുട്ടികളെ കെട്ടിക്കണ്ട, പെൺകുട്ടികളെ കെട്ടിക്കണ്ട. വീട്ടിലെ കെട്ടിക്കണ്ട. ഡോക്ടറുണ്ട്, എഞ്ചിനീയറുണ്ട്, അക്കൗണ്ടന്റ് ഉണ്ട്. പെൺകുട്ടികളെ കെട്ടിക്കണ്ട, പെൺകുട്ടികളെ കെട്ടിക്കണ്ട. ഡ്രൈവർ ഉണ്ട്, കാർപ്പന്റർ ഉണ്ട്, യൂട്യൂബർ ഉണ്ട്. ഇതെന്താ പുതിയൊരു വെച്ചോളൂ. കുട്ടികളുള്ളത്, കുട്ടികളില്ലാത്തത്, ജാതി മതം കറുപ്പ് വെളുപ്പ് ഒന്നും ഒരു പ്രശ്നമല്ലട്ടാ. കുട്ടികളെ കിട്ടാണ്ടോ, പെൺകുട്ടികളെ കിട്ടാണ്ടോ. ഗൾഫുകാരൻ, ബിസിനസ്സുകാരൻ, ഓട്ടോക്കാരൻ, കച്ചവടക്കാരൻ കാര്യം തീർക്കാൻ വെച്ചത് രണ്ടാം കെട്ട്, മൂന്നാം കെട്ട്, ഏതെങ്കിലും കുട്ടികളെ കിട്ടാണ്ടോ, പെൺകുട്ടികളെ കിട്ടാണ്ടോ. കേട്ടാ കേൾണ്ട പെൺകുട്ടികള് ഓരോ വെറൈറ്റികളില്ല. എന്താണോ കല്യാണപ്രായ കുട്ടികളുണ്ടാ? ഇല്ലല്ലോ, കിട്ടാനില്ലല്ലോ. ഇങ്ങനെ ഒരു പരിപാടി. പിന്നെ തൊട്ട് പുള്ളി ഒരു ബംഗാളിൽ താമസിക്കുന്നു. ഫാമിലി താമസിക്കുന്നു. കുറെ പെൺകുട്ടികളുണ്ട് അവിടെ. അവിടെ ചിലപ്പോ കുട്ടികളെ കിട്ടും. കാരണം ഇപ്പൊ നമ്മളെ കേരളക്കാര് കുട്ടികളെ എന്താണാവോ കുട്ടികളെ കിട്ടുന്നില്ല, എവിടെയും കിട്ടാം. അവിടെ നിന്ന് അന്വേഷിച്ചോട്ടെ. ആ അവസ്ഥയാണല്ലേ, ആക്രിസാറിനെക്കാളും കഷ്ടായി പോയി. ചെക്കന്മാരുടെ കാര്യം ചെക്കന്മാർക്ക് ഉണ്ട്, പക്ഷെ പെൺകുട്ടികളെ കിട്ടാനില്ല. അല്ല ഇപ്പൊ എന്റെ കുട്ടീനെ കെട്ടിക്കാനായില്ലേ? അവള് ബാംഗ്ലൂർ പഠിക്കില്ലേ. 28 വയസ്സായി. കല്യാണം വേണ്ടേ? വേണ്ട, അവൾക്ക് സ്വതന്ത്രം വേണമെന്ന് പറയണത്. ഇതന്നെ ഇപ്പൊ എല്ലാ കുട്ടികളും പറയണം. ആയിക്കോട്ടെ എന്ന് കരുതി. അല്ല ഞാൻ പോട്ടെ, ബാംഗ്ലൂർ ആയിക്കോട്ടെ. ഒറ്റടിക്കണ്ട, പാത്രം കഴുകണ്ട, വീട് വൃത്തിയാക്കണ്ട, മാതാപിതാക്കളെ നോക്കണ്ട, പെൺകുട്ടികളെ കിട്ടാറുണ്ടോ? പെൺകുട്ടികളെ